ബിഗ് ബോസ് മലയാളം സീസൺ 7 റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. സംഭവം ഇന്ന് ലൈവിൽ കണ്ടൊരു കാര്യമാണെന്ന് വെച്ചാൽ അക്ബർ അതുപോലെ തന്നെ രണ എന്നിവരൊക്കെ ഒന്നിച്ച് നിന്ന് അനുവിനെതിരെ ഗെയിം കളിച്ചതോടുകൂടി അക്ബറിൻ്റെ ഓപ്പോസിറ്റ് നിന്ന രണയുടെ ഓപ്പോസിറ്റ് ഗെയിം കളിച്ച ഷാനവാസ്, ഒനീൽ ഇവർ അനുവിൻ്റെ കൂടെ അനുവിൻ്റെ പക്ഷത്ത് വരുന്നതായിട്ടാണ് ഇന്നത്തെ ലൈവിൽ കാണിച്ചത്. അതുമാത്രമല്ല നമ്മുടെ ശൈത്യ വന്നിട്ട് നമ്മുടെ അനുവിനെ കാര്യമായിട്ട് ഉപദേശിക്കുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഈ ശൈത്യയുടെ പോക്ക് എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല. ശൈത്യ ഒരു തവണ അനുവിൻ്റെ അടുത്താണ് നിൽക്കുന്നതെങ്കിൽ പിന്നെ മാറി നിന്നിട്ട് അനുവിൻ്റെ കുറ്റം കാണുന്നവരോടൊക്കെ പറഞ്ഞ് നടക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ശൈത്യ എന്ന് പറയുന്നത്. ശൈത്യയുടെ ഗെയിം എന്താണെന്ന് ചോദിച്ചാൽ ശൈത്യ ഇപ്പോൾ ഇത്തിരിയൊക്കെ വാ തുറക്കുന്നുണ്ട് എന്നല്ലാണ്ട് കൂടുതലും ശൈത്യ വാ തുറക്കുന്നത് പരദൂഷണങ്ങൾ പറയാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ഇപ്പോൾ അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അനുവിൻ്റെ അടുത്ത് വന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അനുവിൻ്റെ അടുത്ത് നിന്ന് വിട്ടിട്ട് അവരുടെ ആ ഒരു ഗ്രൂപ്പിസം ഉണ്ടല്ലോ അങ്ങോട്ടേക്ക് പോവും. അങ്ങോട്ട് ചെന്നിട്ട് പരദൂഷണവും കൊണ്ടിരിക്കും. ഇതാണ് പുള്ളിക്കാരത്തിയുടെ ഒരു ഗെയിം എന്ന് പറഞ്ഞാൽ. അപ്പോൾ എന്തായാലും വീഡിയോ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്തേക്കുക. ഇനിയും ഒരുപാടുണ്ട് ലൈവ് വിശേഷങ്ങൾ പറയാനായിട്ട്. അപ്പോൾ എന്തായാലും നമ്മൾ എല്ലാ കാര്യങ്ങളും കൂടി ഇരുന്നിങ്ങനെ ഒത്തിരി ഇരുന്നിങ്ങനെ പറയുമ്പോഴത്തേക്ക് വീഡിയോയ്ക്ക് ഒരുപാട് ലെന്ത് വരും. അതുകൊണ്ടാണ് കുട്ടി ആയിട്ട് വീഡിയോ ചെയ്യുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തിനാണ് വെറുതെ ലെന്ത് വലിച്ച് വാരി കൂട്ടി നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ് ചെറിയ വീഡിയോകളായിട്ട് ഇടുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി ലൈവിൻ്റെ മറ്റ് വിശേഷങ്ങളുമായിട്ട് വരാം. എല്ലാവർക്കും ബൈ.